ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ടുള്ളത് അഫിൻ്റെ കെമിസ്ട്രി എക്സാമിന് അഫിനാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മത്സര പരീക്ഷകൾക്ക് കൃത്യമായി വിളിച്ചാൽ മതി, 8:30 ഞാൻ ആക്കി കൊടുക്കാൻ വരാം എന്ന അഫിനോട് വാക്ക് കൊടുത്ത ഒരാളെയാണ് നമുക്ക് അടിയിൽ കാണാൻ പറ്റണത്. കാണിച്ചു കൊടുത്താൽ ഇവൻ്റെ ഒപ്പം പോയിട്ട് 8:30 മത്സര പരീക്ഷ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്നെ. എന്തൊക്കെയാണ് ഇവിടെ പരച്ചു വരാനേ ബില്ലിനൊക്കെ ഒരു ഷോ. ജറമ്പേ സൽമാനും മോശമല്ല. ഇത് റിംഗ് മാസ്റ്റർ, ഇവിടുത്തെ മൊത്തം ഷോ. വെഡി മാസ്റ്റർ ഇവിടുത്തെ മൊത്തം ഷോ നടത്തുന്ന വ്യക്തിയാണ്. ഓനെ 1-ലിട്ട് കാണിച്ചു കൊടുക്കും, 2-ലിട്ട് കാണിച്ചു കൊടുക്കും. ഓനെ കണ്ണിന് പ്രൊട്ടക്ഷനൊക്കെ വെച്ച് ഉറങ്ങാമോ? അച്ഛതോ നമുക്കൊന്നും ആവതില്ല കേട്ടോ. ഈ റൂം മണാലിയ ഒന്നാ വാ. പണ്ടത്തെ പോലല്ലോ. വാ, ആദ്മി ആവോ, ഒരു ടൗസർ ഇട്ടാവോ. കാഫി എടുത്തു. അഫിയെ, പോവാനായോ? എന്തൊക്കെയുണ്ട് റൂമിലൊന്ന് പറഞ്ഞേ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഫുൾ കട്ടായി. എന്തൊക്കെയോ പറയണ്ടേ, 10 മിനിറ്റിൽ ഞാൻ 2 മിനിറ്റ് ഞാൻ പോവും അങ്ങോട്ട് ഇങ്ങോട്ട് വേഗം എന്നൊക്കെ പറഞ്ഞു. 9 മണിക്ക് ക്ലാസ് കയറണേ. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ടീച്ചർ വന്നാൽ 9 മണിക്ക് കയറിയാൽ 1 ഫിറ്റാണ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സ്കൂളിൽ പോകണ്ട, ഞാൻ അത് ഇറങ്ങാ കഴിഞ്ഞ മെസ്സേജ് ഉണ്ട്. 4K ക്വാളിറ്റിയിലാണ് ഞാൻ പിടിച്ചത്. ഞാൻ പറഞ്ഞില്ലേ മോളെ ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന്, ഞാൻ അത് ഇറങ്ങാ കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാന്ന്. സമ്മതിച്ചടാ എന്നൊക്കെ. ഒറിജിനൽ കോയി പന്തയത്തിന് ഇറക്കാൻ എന്നൊക്കെ. കാട്ടുകോയി പോവാനായ ഫിയ. ഇന്നെന്താണ് പരീക്ഷ? ഇന്ന് കെമിസ്ട്രി. നമ്മളെങ്ങനെയാണ് നോക്കി കാണുന്നത്? എന്നാ ഓലോട് നിൽക്കാൻ പറയാം, അല്ലെ ഞാൻ കൂട്ടാറി. ആരാ ഉള്ളത്? തീരെ ബോധമല്ല എനിക്കൊന്നും. എനിക്ക് ഉറക്കം തന്നെ ഇടിയില്ല. അത് കാണാണ്ടല്ലോ. ഹലോ, അത് ഉറക്കം കാണാണ്ടല്ലോ. അപ്പം മക്കളെ തന്നെ പിടിച്ചെടുത്തേക്കല്ലേ. അടക്ക് ഞാനിത് എന്താ വരണേ, കൂട്ടാൻ വരുന്നുണ്ട്. എന്നാ 5-ാം മൈൽ ആ വളവിൽ നിന്നാ മതി, ഇവിടേക്ക് മതി, മെയിൻ റോഡ് വന്നാൽ മതി, അതിലെ വരാം. ഓക്കേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് കെമിസ്ട്രി എക്സാമാണ്. എല്ലാ സ്റ്റുഡൻസിനും ഇന്ന് കെമിസ്ട്രി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. എത്ര മണിക്കൂറിന് പരീക്ഷ കെമിസ്ട്രി? 45 മിനിറ്റോ? 2 മണിക്കൂറാ? എന്താ മലയാളം പരീക്ഷ? എവിടെ പോലെ ഏറ്റവും +2 കാലയളവ് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന പരീക്ഷ? CS. എന്താ ഞാൻ ഊഹിച്ചെടുക്കണം.
കമ്പ്യൂട്ടർ സയൻസ്. ആ സബ്ജക്റ്റ് അല്ലേ? പിന്നെന്താ അതിൽ ചോദിച്ചേ ഏത് പരീക്ഷ പേപ്പർ ഏതാ ഇഷ്ടമെന്നല്ല എഴുതാന്. CS കിട്ടില്ല എക്സാം. ഇംഗ്ലീഷ് ഇംഗ്ലീഷും തെറ്റാ. സോറി അത് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ മാർക്കേ പോയിട്ടുള്ളൂ. അതിനറിയോ ആണോ? ബാക്കി മാർക്ക് ഫുൾ ആണ് കിട്ടിക്കണ. ഇംഗ്ലീഷ് ഹൈലി കോൺഫിഡൻ്റ് അല്ലേ? ഞാൻ എൻ്റെ അതേ സെയിം ഡിറ്റോ ഇനി മേഴ്സി ടീച്ചർ വ്ളോഗ് കണ്ടിട്ട് മേഴ്സി ടീച്ചർക്ക് മനസ്സിലാവും. ഇംഗ്ലീഷിലൊരു മാർക്ക് ഞാൻ വിടൂല. ഇനി എല്ലാത്തിനും ഞാൻ തുരത്തും. പാത്തുവിൻ്റെ വെള്ളക്കുപ്പി അത്. ഇതെന്ത് ജൈവ വെള്ളക്കുപ്പിയാ? ഇത് നബിയിൽ കുറച്ച് കുടിവെള്ളം കൊണ്ടുവന്നിട്ട് തന്നെ കുടിച്ചു തന്നെ. സ്കിന്ന് ഗ്ലോ ആവാന്. അതിന് സ്കിന്ന് ഗ്ലോ ആവും. ഇത് എത്ര ദിവസം പയക്കുണ്ട്. അത് സ്കിന്ന് ഗ്ലോ അല്ല ചെയ്യുക, എല്ലാ ഗ്ലോ പോവാ ചെയ്യുക. ഇതൊക്കെ കലക്കി പറഞ്ഞ് കുടിച്ചു കാണും. കാരണം ഈ എല്ലാ ഏജ് ഗ്യാപ്പിലുള്ള കുട്ടികളെയും പോക്കിയായിരുന്നെങ്കിൽ നിലനിർത്തണ്ടേ? എന്ത് പറഞ്ഞാലും ഇന്നൊരു കൊട്ടി ഇവിടുന്ന് പൊക്കി 4K ദൃശ്യമികവിലെ കിട്ടിയിട്ടോ. ഞാനെന്തിനാ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ കൊണ്ടാക്കാം. എന്തെങ്കിലും പ്ലാനിങ് നടത്തണം. അപ്പോൾ സുഹൃത്തുക്കളെ, ജിമ്മി നമ്മളെ വണ്ടി നമ്മളെ വണ്ടിയാ എടുക്കാം. ബാ സ്പീഡിൽ നടക്കടാ. അപ്പോൾ എന്തായാലും നമ്മൾ പുറപ്പെടുകയായി കെമിസ്ട്രി പരീക്ഷയ്ക്ക്. ഇങ്ങനെ ഒരു വ്ളോഗ് നമുക്ക് ഇനി എടുക്കാൻ പറ്റില്ല, കാരണം ഇനിയൊരു കെമിസ്ട്രി പരീക്ഷ ഉണ്ടാവില്ലല്ലോ. മെമ്മറബിൾ പെര തീയിട്ടാ, പരുക്ക് തീയിട്ട്. അഖിലാണ്ടനാഥൻ അല്ലാഹു ആണെന്ന് ആത്മാവിൽ വിശ്വസിപ്പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ. നിങ്ങൾക്കൊരല്ലാഹു പോരേ. ആർക്കില്ല, ഒരല്ലാഹു തന്നെയുള്ളൂ. നിങ്ങൾക്കൊരല്ലാഹു പോരേ. എന്താ തീ ഇടണ രാവിലെ തന്നെ? ഈ തുണിക്ക് തീ എടുത്തില്ലേ ഇടാ? ഞാൻ നിസ്കരിച്ചുമ്പോ എടുക്കാതിട്ടാ ആ പട്ടിയാളെ ഇവനൊക്കെ നല്ല നല്ല തുണി കൊണ്ടിരിക്കണം. നല്ല തുണിയോ? നിങ്ങൾ തന്ന തുണിയാണ്, ഇതുകൊണ്ട് തുടച്ചു പറഞ്ഞാണ്ട്. എന്റെ അങ്ങനത്തെ തുണിയൊക്കെ ഇപ്പൊ പട്ടിയാളെ തുടക്കണ തുണിയായോ? അയ്യോ, അത് ശരി. ഈ തുണി ഞാൻ കണ്ടിട്ടും കൊറേ ആയി. ഞാൻ പച്ച കൊറേ ചെക്ക് തുണിയുണ്ട്. ടൗസറും കത്തിച്ചാ സ്കെച്ചും എടുക്കണതാ ഇനി ഞാനത്. ഇനിയിപ്പോ എങ്ങനെയാ സ്കെച്ചും എടുക്കാം? അജമാത്താ തീ ഇട്ടോളി, പ്രശ്നമൊന്നുമില്ല. ബയോഗ്യാസിന്റെ അടുത്ത് കനലാണ് പോയാലേ പുന്നറിയും. ടൗസറും കത്തിച്ചു. വാ പച്ച ടൗസർ അതാ കത്തണതില്. ആ ഷർട്ടും കുപ്പായൊക്കെ കത്തിക്കണെന്നാ. ഓ അയച്ചമാത്ത മമ്മൂട്ടി ഗ്രേറ്റ് ഫാദറിൽ വരുന്ന പോലത്തെ എൻട്രി. അപ്പം സ്മോക്കൊന്നും വേറെ ഉണ്ടല്ലോ. ഓ ഏതാ എഫക്റ്റ്? 4 ടോക്ക് അല്ലെ 2 ടോക്ക് എങ്ങനെ? ഏതാ ഫ്രെയിം അറിയാച്ചമാത്ത? ഫ്ലെയിം ഇൻ ദ ഫ്രെയിം, ദ ഫ്രൈസ് ഇൻ ദ ബ്രൈസ്. ആച്ചമാത്ത എന്ത് പരിപാടി? നമുക്കൊരു നോമ്പറവി ഒക്കെ ഉണ്ടേ. എത്തിങ്ങാനത്തെ നമ്മൾ നടത്തണ്ടല്ലോ. അല്ല നമുക്ക് ആകെ അങ്ങനെ തന്നെ എല്ലാ തുറയ്ക്കും കൂലിയുണ്ട്. തുറക്കാനും എടുക്കാനൊക്കെ 25 ആൾക്കാരാണ് ഡെയിലി. 30 ദിവസവും തുറവിയുള്ള കേരളത്തിലെ ഒരേ വീടാണ് നമ്മളെ വീടാലോ. ഇന്നലെ ഒരു കമന്റ് ഉണ്ടാ. എങ്ങോട്ട് മേലക്കോ? എത്തിങ്ങാനിക്ക് നമ്മൾ ഇൻഷാല്ലാ പോയി. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പോയി. നമുക്ക് 2-3 സ്ഥലത്ത് പോകാണ്ട്. നമുക്ക് പോവാ.
പോവാറിന് പോലല്ലോ ഒന്നും, അതൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തു ഞാൻ. വയസ്സായതും എത്തിങ്ങാനൊക്കെ എല്ലാം നമ്മൾ പോവും. അഫി എടുത്തു പോവാ. എന്തെന്നില്ലാത്ത ഒരുക്കം ഇതെന്തൊരുക്കം, എന്തിനാണ് ഈ ഒരുക്കം. എക്സ്പ്രഷനൊക്കെ മാറി. ഇപ്പോൾ ഒറിജിനൽ എക്സ്പ്രഷനൊക്കെ വന്നിട്ടോ. ആദ്യം കുറച്ച് ദമ്മിലെന്നിനി സമയമല്ല. അഫീഫിനെ എങ്ങനെയാലും തീർന്നിട്ടാൽ മതി ഇനി എന്നുള്ള മോഡ് തന്നെ അഫീഫ് വെക്കണേ. അത് അവിടെ വെക്കണ്ടാ, അവിടെ വെച്ചോളാം, ഇറക്കി വെച്ചോളാം. നജ്മൻ്റെ ഡ്രസ്സ് നമുക്ക് കൊണ്ടുപോയി കൊടുക്കുന്നേ. നജ്മൻ്റെ മറ്റവും കൊടുക്കല്ലേ, കുറേ കൊടുക്കാം നജ്മക്ക്. വ്ളോഗ് ഒരു സ്ലോ മോഷൻ ഫീൽ ഉണ്ടാവും. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയല്ല കേട്ടോ, കട്ടായിട്ട് അങ്ങനെ ആയിപ്പോയതാവും. ഞാൻ അങ്ങനെയൊക്കെ എവിടെ നോക്കണേ. ഓഫിട്ടോ നമ്മളെല്ലാ കുതിരയോടെല്ലാം നിന്നിട്ടുണ്ട്. ഞാൻ ഇന്ത്യയൊക്കെ പരീക്ഷയാണ് നടക്കുന്നുണ്ടെന്നുണ്ടല്ലോ, അഫീഫാണ് എൻ്റെ ഏട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലക്കാതെ പോകാൻ പറയും. ഈ ടെൻഷൻ അടിച്ച് നിൽക്കണ നേരത്ത് വ്ളോഗ് എടുക്കാൻ വരായിട്ടാ. അഫിയോണ്ട് സമ്മതിച്ചിട്ടുണ്ട്, വ്ളോഗൊക്കെ എടുത്തു പറയുന്നുണ്ട്. അഫിയേ അജമാത്താ, അജമാത്ത് ഇങ്ങോട്ട് വരി. പോയോ? കെമിസ്ട്രി പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളോടും പരീക്ഷയ്ക്ക് പോവാ. എന്താ പറയാ, കെമിസ്ട്രി പരീക്ഷയിൽ ജയിക്കട്ടെ, ഫുൾ മാർക്ക് ഇട്ടട്ടെ. എല്ലാ പ്ലസ് ടുക്കാർക്കും, എല്ലാ പ്ലസ്കാർക്കും ഓനായിട്ടല്ല, എല്ലാ കുട്ടികളും കുട്ടികളെ തന്നെയാണ്. എല്ലാ കുട്ടികളും നമ്മളെ കുട്ടികളാണ്. എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ. ആമീൻ. ആമീൻ. പോയരട്ടോ. അസ്സലാമു അലൈക്കും. എല്ലാ കുട്ടികളും നമ്മളെ കുട്ടികളാണ്. പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഹാൾ ടിക്കറ്റൊക്കെ കയറിയത്. ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ കയറി എല്ലാ പ്രാക്ടിക്കലിൻ്റെ ടീച്ചർ കയറിയത്. ആ ടീച്ചർമാർ തന്നെ ചോദിച്ചു പൂച്ചാടി ഇരിക്കണത്. അനിയോ പൂച്ചാടി ഇരുന്നോട്ടെ. അനിയോ ആ ഫ്രെയിം നോക്ക്. പൂച്ചനെ നോക്കിയിരുന്നാലേ അനിയോ ലേറ്റ് ആവും. അനിയോ പൂച്ച അല്ല പരീക്ഷ. പൂച്ചല്ലേ, ഞാൻ ഇവിടുന്ന് വന്നപ്പോ ഉണ്ടല്ലോ നേരെ എൻ്റെ മുഖത്തേക്കാ നോക്കി. ഞാൻ അതുവരെ അല്ലാ പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കിയണ്ടാ. ആ പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കിയണ്ടാ. അല്ലേ ഈ കരിമ്പൂച്ചയിലൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. രാത്രി ഇങ്ങനെ ഒച്ചമണിലാക്കുമ്പോ എല്ലാരും എന്റെ പിന്നാലെ വന്നോണ്ടി. അന്ധവിശ്വാസമാണ് മുട്ട. അന്ധവിശ്വാസോ? അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസം സത്യമാണ്. നോട്ട് നോക്കി നിമിഷായിട്ട് നോട്ട് നോക്കി. അത് പൂച്ചക്കേ വേറെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. അതിനടുത്തേക്കാണ് വരും പൂച്ച. അതിനെല്ലാം അറിയാം. പൂച്ചക്ക് പ്രായമാകുമ്പോഴും കന്നിമാസം അടുക്കുമ്പോഴും മനുഷ്യന്മാരുടെ മാസങ്ങളും എല്ലാം ഇതിനറിയാം. മോളു സ്റ്റെപ്പ് ഇറങ്ങുമ്പോ മോളു ഞാൻ ഇപ്പൊ വരാട്ടോ. ആരോ ഉറക്കാതെ പിടിച്ചിരുത്തിക്കണേ. ഞാൻ സ്കൂളിൽ പോകുന്ന ഞാൻ ആദ്യം പറഞ്ഞല്ലേ മോളു, പോയി വരാൻ മോള് പറഞ്ഞു. ഓ വെയിറ്റ് ചെയ്തിട്ടോന്നൊക്കെ. എന്തായാലും കിട്ടും. അഫിയെ റോഷനോട് റോഷൻ കൈ കഴിഞ്ഞോ? റോഷൻ പിന്നെ കണ്ടിട്ടില്ല.
എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ടോ, നമ്മളെ പോലെ അല്ല. ഞാൻ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ പോകില്ല. ഈ കുട്ടികളൊക്കെ പലിച്ചക്ക് വെച്ചിട്ട് പിന്നെ സ്കൂളിൽ പോകും. ഓ നമ്മൾ പോയില്ലല്ലോ ഒരു കാലത്ത്. പലിച്ചൊക്കെ നീച്ചും വേണം, ഭക്ഷണം കഴിക്കും വേണം, 7 മണിക്ക് ട്യൂഷന് പോകും വേണം, മഴയൊക്കെ ഉണ്ടാവുന്ന ടൈമുണ്ട്. ഇത്ര വെറുതെ കേട്ട ഒരു സമയം. കുട്ടികളൊക്കെ 12 കൊല്ലം അതായത് ഉറക്കം ഫുള്ളാവാതെ മയം കൊണ്ട് സ്കൂളിൽ പോകേണ്ട അവസ്ഥ ഉണ്ടല്ലോ. ഞാൻ കുട്ടികളൊക്കെ സെലൂട്ട് അടിക്കാണ്. കണ്ണടിയിട്ട കുട്ടികൾക്ക് മക്കളൊക്കെ 12 കൊല്ലം ഓ ആരെയും കുത്തിറക്കണേ. സരോജ റോജ റോജ വേഷമായൊരു പശ ബശ. ഫുള്ള് പഠിച്ചില്ല. കേറുമ്പോ തന്നെ ഇന്ന് ഫുള്ള് താൻ പാതി അല്ല ദൈവം പാതി, പിന്നെ താൻ പാതി ഇല്ലെന്നേ. ഫുൾ ദൈവം എന്ന് പറഞ്ഞു. ദൈവം പാതി ദൈവം പാതി, 50 ദൈവം 50 ദൈവം. കെമിസ്ട്രി എന്താ ഓരോ പാടം ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ മടുക്കാണല്ലേ. അയോണിക് ബോണ്ടോ അയോണിക് ബോണ്ട് അങ്ങനെ സംഭവല്ലേ ഈ കെമിസ്ട്രിയിൽ ഏറ്റവും ബേസ് കിട്ടാണ്ട് അങ്ങനെ എന്തോ സംഭവമല്ലേ ഉണ്ട്. അത് സ്റ്റാർ ആയതാണ്. അതായത് ലൈൻ അടിക്കുന്ന കുട്ടികളൊക്കെ അതാ പഠിക്കണത്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എല്ലാം 10ാം ക്ലാസ് പഠിച്ചാണ് വന്നത്. അവരോട് ഇതാക്കാൻ വേണ്ടി റിയാക്ഷനൊക്കെ ആകെ എപ്പോൾ പഠിച്ചാണ്ട് പറപ്പിച്ച് വിടുക. അപ്പാ മുക്കാല് എപ്പോഴാ കയറേണ്ടത് സ്കൂളില്? 9 മണിക്ക് കയറണേ. സ്കൂളായിട്ട് എത്തും. പക്ഷെ അതിന്റെ മുന്നേ എന്തെങ്കിലും പ്ലാനിങ് നടത്തണേ. അവരോടൊന്ന് പറയണ്ടേ കെമിസ്ട്രിയാണ് എക്സാം, നല്ലൊരു എക്സാമാണ്, അതൊന്ന് മോട്ടിവേറ്റ് ആക്കാൻ. ഉറങ്ങാതെ നിൽക്കണത് ഇറ്റ്സ് ഫൈൻ, ബട്ട് ഉറങ്ങാതെ നിന്നിട്ട് കണ്ണുക്ക് ലേറ്റ് അടിക്കണത് ഇറ്റ്സ് നോട്ട് ഫൈൻ, ഇറ്റ്സ് വെരി ബാഡ്. അച്ഛതെ ഞങ്ങൾക്ക് ഉറങ്ങാതെ നിൽക്കുന്നതിന് കാരണങ്ങളുണ്ട്. എന്തിനാ ഉറങ്ങാന്ന്? ഞാൻ ഗെയിം കളിച്ചിരിക്കും. ഗെയിം കളി കുറച്ച് കൂടുണ്ട്. മാഫിയ ഓൾഡ് കൺട്രി കളിച്ചവർക്ക് അറിയാം. മാഫിയ ഓൾഡ് കൺട്രിയാ സൂപ്പർ ഗെയിമാ. സെയിം ഗെയിം. ഫർസാൻ എത്രാമത്തെ പരീക്ഷയാണ് ഇപ്പൊ എഴുതാൻ പോകുന്നത്? ഞങ്ങൾക്ക് 3ാമത്തെ. അങ്ങനെ നിങ്ങൾക്ക് 3? CS ഉണ്ടായിനി. ഞങ്ങൾക്ക് 6ാം തീയതി പരീക്ഷ ഉണ്ട്. ഇവല് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ ഇവല് 3 സബ്ജക്ട് കഴിഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് എന്നും കഴിച്ചില്ലായിട്ടോ. അജിത് എത്ര പെർസെന്റേജ് മാർക്ക്? ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് കറക്റ്റ്. ആ കുട്ടി അതാ മതിൽമൊന്ന് ഉറങ്ങണേ, ഇങ്ങനെ ആകെ പിടുത്തം കൊടുക്കണേ ആ കുട്ടിയെ. അതേപോലെയാണ് ഞാൻ നോമ്പ് കാലത്ത് സ്കൂള് പലിച്ചക്ക് ഭക്ഷണം കഴിച്ച് രാവിലെ ട്യൂഷന് പറയണത്ര ഒരു വള്ളി പരിപാടിയോ എവിടെയാവില്ല. പക്ഷേ എക്സാം ആണെന്ന് ഉറങ്ങില്ല കേട്ടോ. എക്സാം കഴിഞ്ഞൊന്നൊരു ഉറക്കം. എക്സാം കഴിഞ്ഞുള്ള ഉറക്കം സീൻ ഉറക്കം അതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ഉറക്കം ഉണ്ടാവില്ലേ. ആകെ ടെൻഷൻ അടിച്ച് അതൊക്കെ കിട്ടും ഗൈസ്, ഡോണ്ട് ഹാവ് ടു വറി. കിട്ടണത് കിട്ടിയാ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. കലി വല്ലി ലാസ്റ്റ് ഇങ്ങനെയാവും. കലി വലി ബായ്. ഞങ്ങൾ പങ്കാശ്രീ കുടുംബക്കാരാ. കഴിഞ്ഞ ഓണത്തില് ഞങ്ങളെ വീടും കുടിപ്പാള ഫുള്ള് ഒലിച്ചു പോയി. കലി വലി ബായ്. കാലുകളും കാലിത്തൊഴുത്ത് ഒലിച്ചു പോയി. ഞാനോ? ആര്? ഞാൻ +1 തോറ്റു. അതിൽ എനിക്ക് ബോധം വെച്ചുകൊണ്ടാണ് പഠിച്ചു. അതിൽ 85% മാർക്ക് അങ്ങോട്ട് വാങ്ങി. എന്തേ അതൊക്കെ അത്രേ ഉള്ളൂ. എനിക്ക് 99 മാർക്കാണ് എനിക്ക് കേട്ടറ്റിന്. വിദ്യാഭ്യസിച്ച് പോയിക്കണമെങ്കിൽ ഞാൻ എവിടെയോ പോയിത്തരുന്നു. മോനെവിടെയോ കണ്ടിക്കണല്ലോ. കുടുംബക്കാരോ അവിടെ ഇറങ്ങിയിട്ടേ അല്ല.
ചോദിച്ചു നോക്കണോ? വിളിച്ചു നോക്ക്, പോയിക്കണോ ചോക്ക്. എഞ്ചിവണ്ടി ഫ്രെയിം നോക്ക്. എഞ്ചിവണ്ടി 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 എവിടെ എന്താ ചങ്ങായി 50 ഓനെ പറഞ്ഞോട് കൊടുക്കണോ? അങ്ങോട്ട് വരികയാണെങ്കിൽ 10 minutes ലോസ് ഉണ്ടാവും. അങ്ങോട്ട് പോയാൽ 2 minutes ലോസ് ആവുള്ളൂ. എന്ത് വേണം? അങ്ങനെ എടുക്കുക. ഇവിടെ തിരിഞ്ഞ് കിട്ടൂലേ? കണ്ണാണില്ല ടംഷ, കണ്ണ് കാണാത്ത പോലെ. അടുത്ത കൊല്ലം ഞാൻ എക്സാം സീസണിൽ ആരെ കൊണ്ടുപോകും? എല്ലാം കഴിഞ്ഞു. നൂറിനെ കൊണ്ടുപോണ്ടിരുന്നു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ടും കൂടിയില്ല. ഗോഡാഡി ഓ തന്തേ. ഇറങ്ങട ചെങ്ങായി. വിളിച്ചല്ലോ ടിക്കറ്റ് ഒന്നുമില്ല. ഒരു ചീത്ത കിട്ടി ഇമ്മാന്റെ അടുത്തുനിന്ന്. ലൈവിൽ ചീത്ത കിട്ടി. വണ്ടി തിരിച്ചട്ടെ. നേരെ കണ്ടിട്ടില്ല. നേരെ വിളിച്ചപ്പോണ്ട് ഇറങ്ങി പാഞ്ഞേക്കാണേ. ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല. അച്ഛാ എന്റെ കല്യാണം നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൽ നടത്താം. ചെറുതാണെന്നോ? അത്രയും വലിയ ഓഡിറ്റോറിയം ചെറുതായോ? അപ്പൊ എത്ര ആളെ പരിപാടി പ്ലാൻ ചെയ്യണേ? എത്ര ആളെ പരിപാടി പ്ലാൻ ചെയ്യണേ? എന്റെ നാളെ തന്നെ ഉണ്ടാവില്ല. 500 ആൾക്കാരെ പരിപാടി വലിയ ഓഡിറ്റോറിയം. 500 ആൾക്കാരെ പരിപാടി വലിയ ഓഡിറ്റോറിയം. രാധേട്ടൻ എന്തായാലും വിളിക്കണം കേട്ടോ. ഗോഡാഡി പറഞ്ഞ എന്താ? ഞാനെന്താ ഉഷാറമ്മി? ഇതൊക്കെ ഗോഡാഡി. ആ നമ്പർ കാണിക്കണ്ട. എന്റെ പേരൊക്കെ ഗോഡാഡി. ഗോഡാഡി ബ്രൈഡൽ മേക്കപ്പ്. പോതന്തേ മേക്കപ്പ്. കേറടാ. കേറടച്ച് നെഞ്ചു കുത്തി തല മുട്ടി. പരീക്ഷ നിങ്ങളുടെ സ്വകാര്യ ജീവിതം തടസ്സപ്പെടുത്തിയിരിക്കണു. ഇതിനെ എല്ലാം നടക്കോ? നാട്യക്കാരെന്നോ? എന്തിനാ അമ്മാനെ ചെയ്തിട്ട്? കജിലൊന്നും കണ്ടില്ല. കജിലോ? ആ വണ്ടിയിലുണ്ടേനെ. എടുക്കത്തിനല്ല ചെയ്തിട്ട്. അല്ല, ആ വണ്ടി എടുക്കാൻ പോയിനെ. പിന്നെ എന്ത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ തയ്യാറാവുന്നത്? നിങ്ങൾക്ക് ഫർസാനും അഫിയൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. ആയിരുന്നോ? ആണ്. എത്രയില്ല? 60-ലോ? എത്ര മാർക്കാ? 20. ഡബിൾ പാസ് ഉണ്ട്. 55 അല്ലേ? 50-ൽ 55. നമ്മളെ സ്വപ്നാണത്. നല്ല ടീമിന്റെ പടം നമ്മള് പോണേ സ്വപ്നം കണ്ടു പോണ ടീമാണ്. ടീം
ഞാനിപ്പോ തന്നെ എക്സാം 3 ആൾക്കാർ, ഇപ്പൊ 5-10 ആൾക്കാർ 4 പിന്നെ അതെന്താ ഇന്ന് ഹ്യൂമാനിറ്റീസിനും സയൻസിനും കമ്പ്യൂട്ടർ സയൻസിനൊക്കെ എക്സാം ഉണ്ടോ? പിന്നെ എല്ലാവർക്കും എക്സാം ഉണ്ട്. കോമേഴ്സിനുണ്ട്, ഹ്യൂമാനിറ്റീസിനുണ്ട്, സയൻസിനുണ്ട്, കമ്പ്യൂട്ടർ സയൻസിനുണ്ട്. എത്ര ആളാ ഒരു ബെഞ്ച് മാപ്പൊന്ന്? അല്ല 3 ആൾക്കാരെ സ്കൂളിലൊക്കെ ഉണ്ടാവും ക്ലാസ് ഉണ്ടാവും. ഹൈസ്കൂളുകാരും കുഴപ്പമുണ്ടാവോ? നമ്മളപ്പം ഉണ്ടാവില്ല ഹൈസ്കൂളിൽ, നമ്മളപ്പം അല്ല ഹൈസ്കൂളിന്റെ കോമ്പൗണ്ടിൽ നടത്തും. കോമ്പൗണ്ടിലല്ല പോലെ ക്ലാസ്സിലേക്കാണ്. ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ നടത്തും ഇത് പരീക്ഷകൾ. ഇതിനെ ഫുൾ ആപ്പിൾ സെറ്റ് എന്താ വാങ്ങി തരാ ഇറങ്ങണേ പച്ചി? പൂക്കോട്ടുംപാട അങ്ങനെ രാവിലെ ജംബോ സർക്കസ് എല്ലാവരും റോട്ട് കൂടെ പറഞ്ഞു പോകുന്നു. സർക്കസ് തന്നെയാണിത്. എപ്പോഴെങ്കിലും ഒരു മിസ്റ്റേക്കെങ്കിലും ഉണ്ടാവും. ഒരു വിഷയല്ലേ ആ കീശേരി അങ്ങാടി കൂടെ പോയിക്കണോ? കീശേരി അങ്ങാടിന്ന് ഒരു സാധാ ദിനത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി തട്ടാതെയും മുട്ടാതെയും നിങ്ങൾക്ക് ഒരു വണ്ടി വന്ന് ഇങ്ങനെ ഒടിച്ചാതെ പോകാൻ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അനുഗ്രഹമാണ്. എനിക്കതിനെ പറ്റിയില്ല. കീശേരി അങ്ങാടിയിൽ തന്നെ വരും ആടോ. കീശേരി അങ്ങാടിയിൽ 2 സൈഡില്ല റോഡ്. ഒരു സൈഡ് ഫുൾ പാർക്കിംഗ് ആണ് മെയിൻ റോഡില്. ആ അതായത് ഈ റോഡിന്റെ പകുതിയും മെയിൻ റോഡിന്റെ 2 സൈഡും പാർക്കിങ്ങിലാ പോവുക ആ നാട്ടില്. മോനെ എങ്ങനെയാണ് കഴിച്ചാൽ നമ്മൾ ടെൻഷനാണ് എനിക്ക് അടുത്ത് വണ്ടി എത്തുമ്പോ. ഇങ്ങോട്ടെടുത്തിട്ടും നമ്മളാണ് റോങ് തോന്നും. ഞമ്മക്ക് നേരെ പോയാലും ആ സ്ഥലം തന്നെയല്ലേ നിമിഷ? കീശേരി ചോക്കാടങ്ങാടിയൊക്കെ അതേമാതിരിയാ. ചോക്കാടങ്ങാടിയൊക്കെ ഇവിടെ ഇല്ല ആടുകളുണ്ടാവാ റോഡ് കൂടെ പോയി. പ്രിയപ്പെട്ട ആരോ പോയോലെ? കീശേരിയിൽ ആരോ പ്രിയപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയല്ലേ പറഞ്ഞേ? സ്ട്രക്ചർ എങ്ങനെയാണ് അങ്ങാടിനോട് പ്രണയം. ആ ഒരു അങ്ങോടിയോടൊരു പ്രണയം എന്നും. പ്രേമി അങ്ങാടി പൈക്കളെ പോലെ. പോണ് കേറ്റത്തിലുള്ള ബുദ്ധിമാൻ പറഞ്ഞ പോലെ കണ്ടമാനം കുട്ടികളുണ്ട് കേട്ടോ. നമ്മളാണ് ലാസ്റ്റ് എൻട്രീസ് ആയിട്ട് അങ്ങോട്ട്. ഒരേ ഒരു താരം വ്ളോഗിൽ ഒരേ ഒരു താരാണ് നിക്കണേ. എനിക്ക് ദൂരെ നിന്ന് കണ്ടിട്ട് റിനാനാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഗേറ്റിംഗ് തന്നെ കത്തി. മോളെ എങ്ങനെ പരീക്ഷയൊക്കെ ശരിക്കും ചെയ്തിട്ടോ? പോയി നേരത്തെ പോയി കളിക്കടാ. ആ അല്ല നമുക്ക് സ്കൂൾ കണ്ടത് കാണണ്ടേ? ഓടാവുന്നേ. സ്പോട്ടില് നീ ഏതാ? അതിന് നീ ഏതാ? എക്സാം ചെയ്ത് രാവിലെ തന്നെ ചെയ്തിട്ടല്ലോ ആ പെണ്ണുമ്പോൾ കിടന്ന്. ഇല്ലടാ അങ്ങനെയൊക്കെ പറഞ്ഞാലോ? ഓടുന്ന വാച്ചൊന്നുമില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും ടെൻഷനാണ്. എന്നോട് ഇങ്ങനെ പറയണ്ട പഠിച്ചാൽ ഇപ്പൊ ടെൻഷൻ വെച്ച് ക്ലാസ് കേൾക്കേന് പരിശാലം ഉറക്കം വെച്ചാണ് ഞാൻ പരിശാലം ഉറങ്ങിക്കോളി എല്ലാരും പോയിട്ട്. ഒരു അരമുറി കാൽക്കുലേറ്റർ പോകാനും. എടാ ഇങ്ങോട്ട് വരി ഈ സൈഡിക്ക്. ഓരോരുത്തർ ലുക്ക് കണ്ടോ? കാൽക്കുലേറ്റർ നോക്കട്ടെ. ആ എന്തിനാ കെമിസ്ട്രി പരീക്ഷ കാൽക്കുലേറ്റർ? നല്ലൊരു ലുക്ക് ഉണ്ടാവുള്ളൂ. കെമിസ്ട്രി പരീക്ഷ കാൽക്കുലേറ്റർ കണക്കൂട്ടല് ഫുള്ള് തെറ്റും.
ടെൻഷൻ പങ്കിടാൻ ഒരാൾ വേണം. കണക്കൂട്ടലുകൾ പാളിക്കണോ? കറക്റ്റാണ്. കെമിസ്ട്രിയിൽ കൂട്ടാണ്ടോ? ഇല്ല, നിങ്ങൾ വിട്ടോളി തിരിച്ചുവരും കാണാം. തിരിച്ചുവരും ആരെ വിളിക്കാം? ശംസാക്കാൻ വിളിക്കൂലേ? ഞാൻ മിക്കവാറും കട്ടായി ഉറങ്ങും. ഞാൻ ഉറങ്ങിയിട്ടില്ല ഫുൾ ഡേ. ശംസാക്കാനെ വിളിച്ചോക്കെ. അല്ല, ഏത് ടൈമിലാ കയ്യാ? 11:45. ഞാൻ ശംസാക്കാനോട് പറഞ്ഞു നോക്കാം. ബൈ, ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഡു വെൽ. ഓക്കെ, ബൈ. നല്ല ടെൻഷൻ കേട്ടോ പാവങ്ങള്. ഇവിടെ സെൻഡ് ഓഫ് ഒക്കെ കഴിഞ്ഞാ? സെൻഡ് ഓഫ് എപ്പോഴത്ത് കഴിഞ്ഞ? മുട്ടിപ്പാട്ടൊക്കെ ആയിട്ട് എന്താ പറയാ, നമ്മളെ സ്കൂളും കഴിഞ്ഞു, അടിയത്തഞ്ചൻ്റെ സ്കൂളും കഴിഞ്ഞു, ഏറ്റവും അടിയത്തഞ്ചൻ്റെ സ്കൂളും കഴിഞ്ഞു. വിച്ച് മീൻസ് നമ്മളൊക്കെ തന്തപൊടികളായി. സ്കൂൾ കാലഘട്ടല്ലേ, ടെൻഷനില്ലല്ലോ. ഹൈസ്കൂളൊന്നും ഇല്ല. ലുത്ഫി പോയാ? ചങ്ങായി പറഞ്ഞു വരുന്നുണ്ടോ? കുട്ടികൾക്കൊക്കെ ഒരു ടെൻഷൻ കേട്ടോ. പേടിച്ചാ പോണ എല്ലാരും. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മൾ അഫിനെ സ്കൂളിൽ കൊണ്ടാക്കി. കെമിസ്ട്രി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, വിദ്യാർത്ഥി കൂട്ടുകാർക്കും, ചിലപ്പോൾ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടാവും ഇത് കാണുന്നത്, ആശംസകൾ. ഇൻ കേസ് എക്സാം വർക്കായ അൽഹംദുലില്ലാ, ഇനിയിപ്പോൾ എക്സാം വർക്കായില്ലേ തവക്കൽത്തു അലല്ലാഹ്, അത്രേ ഉള്ളൂ. എല്ലാം പടച്ചവൻ്റെ കയ്യിൽ ബരമേൽപ്പിച്ച് കൊണ്ടിട്ട് അങ്ങോട്ട് കയറാം. ദൈവത്തിന് അർപ്പിക്കുക എല്ലാവരും. അതൊക്കെ അത്രേ ഉള്ളൂ. അതിൽ കിട്ടണത് കിട്ടും, പോരും. കല്ലി വല്ലി മാഫി മുഷ്കിൽ എന്നൊരു പാട്ടിട്ടില്ല, അതേപോലെ കാണുക അല്ലേ? യാല സുറ അല്ലേ? അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് അഫിങ്ങി തിരിച്ചു വന്നിട്ട് ചെക്കന്മാരെല്ലാവരെയും എങ്ങനെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ, വിവരങ്ങൾ എന്നുള്ളത് നമുക്ക് എത്തിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, കുറച്ച് ലേറ്റ് ആയെങ്കിലും ഇന്നത്തെ എക്സാമിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് അഫിനെ ക്ഷണിക്കുകയാണ്. അപ്പം അടുത്ത വ്ളോഗിൽ ഇവല ആരാന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റാണ് മനസ്സിലാവും. ഈ വ്ളോഗുമ്പോൾ നിങ്ങൾക്ക് ഇവല മനസ്സിലാവില്ല. പക്ഷെ അടുത്ത വ്ളോഗിൽ, വരാൻ പോണ വ്ളോഗിൽ ഇവരെ റേഞ്ച് എന്താണ്, ലെവൽ എന്താണെന്നുള്ളത് വൈകാതെ മനസ്സിലാവും. നമ്മളെ വീട്ടിലെത്തിച്ചേർന്ന പുത്തൻ അതിഥികളാണ്. പേര് ഫാത്തിമ. മറ്റോളെടുത്തു അഫിബ. അപ്പോൾ അഫി, കെമിസ്ട്രി എക്സാം, +2 കെമിസ്ട്രി എക്സാം ഒരുപാട് ആൾക്കാരെ പ്രതിനിധീകരിച്ച് ഇന്ന് പരീക്ഷ എഴുതിയ അഫിയുടെ കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യോത്തര ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ പരീക്ഷ? നല്ല പരീക്ഷ. കുഴപ്പമില്ലേനു. സമാധാനായി എന്നാണ് എന്നെ ഒന്ന് നല്ലതിലേക്ക് കാണാൻ പറ്റിയത്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. നല്ലൊരു അന്തരീക്ഷത്തിന്റെ മൊട്ടും ഭാവം വല്ലാതെ അങ്ങോട്ട് മാറിയില്ല എന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ തന്നെയായിരുന്നു. പിന്നെ ടീച്ചർ നല്ലൊരു ടീച്ചറായിരുന്നു. പിന്നെ ചെങ്ങന്മാരൊക്കെ നല്ല ചെങ്ങന്മാരായിരുന്നു. പരീക്ഷക്ക് ഫ്രണ്ട്സ് ഉഷാറായിരുന്നു പറയണ എന്റെ തീം എനിക്ക് മനസ്സിലാവണില്ല. അല്ല എന്ന് വെച്ചാൽ ഓൽക്കൊരു ടെൻഷനൊന്നും അടിച്ചില്ല. ഓൽക്ക് ടെൻഷൻ അടിച്ചാൽ നമുക്ക് ടെൻഷൻ അടിക്കും, മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും ഉഷാറായിട്ട് എഴുതി. അതെ, ഹാപ്പി ആയിട്ട് എഴുതി. എന്ന് കരുതി. ഓളും ഉണ്ട് കേട്ടോ, ഓളും പുതിയ അതിഥിയാണ്, വൈകാതെ കാണാം എന്ന് കരുതി. ഈ ഫിസിക്സിന്റെ അടിയിൽ ഞാൻ കുറച്ച് കമന്റ് കണ്ടു. എന്താ ഇവരൊക്കെ വെട്ടിച്ച് പോകാൻ വെറുതെ പറയാണ്. അങ്ങനൊന്നും വിചാരിക്കരുത്. നല്ലതാണ് നല്ലതാണ് പറയും. അത് 10 മിനിറ്റിന്റെ വാങ്ങാം. ഓക്കെ, ഇതാക്കിക്കളാം, മ്യൂട്ടായിക്കളാം. പ്രകടിക്കും. സൗണ്ട് കുറച്ചായി. തുറക്കാൻ മുട്ടി നിക്ക ഇവിടെ ക്ലിങ് പറഞ്ഞാണ്ട്. ഏതാപ്പോ ഏത് അടുത്തോ? ഇതെടുത്തോ, ഫ്ലൂട്ട് എടുത്തോ? നല്ലൊരു എക്സാം പേപ്പർ തന്നെയായിരുന്നു. എടുത്തോളി. സാധനം കഴിഞ്ഞാ? അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് പാത്തുവിന്റെ കുക്കിംഗ് വ്ളോഗ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓൺ ദ വേ എല്ലാരും വെയിറ്റ് ചെയ്യാ. കിടിലൻ സാധനങ്ങൾ ഓൺ ദ വേ. വേർത്ത് കുളിച്ചു. നമ്മളെ പുതിയ അതിഥികളാണ് കേട്ടോ. ഇതാരറിയോ? ഇപ്പു
അതല്ല ഞാന് ഇതിപ്പോ ആദ്യമായിട്ട് കേൾക്കാൻ അതൊരു കേക്ക ഈ കൂറ്റന്മാരകത്തൊന്നും ഇങ്ങനത്തെ പേരില്ല. ഇതാണ് പാത്തു. ആരാണ് പാത്തു അയച്ചറിയാ പാത്തുവിനറിയാ? പാസ്വേഡ് ഫോണിൽ തന്നെ വെച്ചിക്കണേ. മൊബൈലിന്റെ പാസ്വേഡേ ഫോണിൽ വെച്ചിട്ടില്ലേ വാൾപേപ്പർ ിട്ട് നല്ല വീക്ഷണ പാഠമല്ലേ കുട്ടികളാട്ടെ, അതൊക്കെ അറിയാലേ. ബുദ്ധിയുള്ള കൂട്ടം. അപ്പൊ ഇവലെ എടുത്ത് കാണിക്കാൻ തുടങ്ങണുള്ളൂ. ഇവലെ ആരാന്നുള്ള കാത്തിരുന്ന് കണ്ടോളി. അപ്പൊ അഫീന്റെ എക്സാം അടിപൊളിയായി പോയി. അപ്പൊ എല്ലാ സ്റ്റുഡൻസും കഴിഞ്ഞ കൊല്ലത്തൊരു എക്സാം ഷീറ്റിനെക്കാട്ടിലും ഒരു അടിപൊളി ഷീറ്റ് ആയിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലത്തെ എക്സാം ഷീറ്റ് ഇന്നലെ വെറുതെ നോക്കിയത്. എനിക്കങ്ങോട്ട് ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല. അവിടെ എക്സാം ഷീറ്റ് കണ്ടപ്പോൾ സത്യം പറയാലോ ഇന്നലെ ഉറക്കം കിട്ടിയില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉറക്കം പേടിയില്ല. പക്ഷെ ഇന്നൊരു എക്സാം ഷീറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. പെൺകുട്ടികളുടെ രസമല്ലേ പേരില്. നിങ്ങൾ ഇവിടെ നിന്നോളി, 3-4 ചെലവുകളൊക്കെ ഞാൻ ഏറ്റെടുക്കാം. പ്ലീസ് നിക്കോ? എന്നായിക്കോട്ടെ. എന്നമ്മമാർ വേസ്റ്റാവണ വരെ നിൽക്കും. ആയിക്കോട്ടെ. എന്നാ ഓള് മറ്റുള്ള രണ്ടോള് മാറിയപ്പോ ഓളും എന്നാ ഞാനും മാറാൻ റെഡിയാ, ഞാനും നിൽക്കാന്ന്. അപ്പോൾ എന്തായാലും അഫിന്റെ എക്സാം അടിപൊളിയായി. എക്സാം എഴുതി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും എല്ലാവർക്കും എങ്ങനെ ഇനി എക്സാം എന്നുള്ളത് എന്തായാലും പറയാ. ഇവരാരാണെന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കാണുക. വരാനിരിക്കുന്ന വ്ളോഗുകൾ തകർപ്പൻ വ്ളോഗുകളാണ്. മസ്റ്റായിട്ട് മിസ്സാക്കാതെ കാണുക. ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ട്, ഒരു നോമ്പ് തുറവി വ്ളോഗ് ഉണ്ട്, ഹർഷബാത്ത് കുക്കിംഗ് വ്ളോഗ് ഉണ്ട്, ഹർഷബാത്തിന്റെ വേറെ നോമ്പ് തുറക്കണ വ്ളോഗ് ഉണ്ട്. അപ്പോൾ ആ വ്ളോഗ് നമ്മൾ എടുക്കാൻ പോവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വ്ളോഗ് ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ഓൾ. ബൈ ബൈ.